അപ്പോൾ നിങ്ങൾ മുന്നിലേക്ക് പഠിക്കാനായിട്ട് പോകുന്ന ഈ ഒരു ടോപ്പിക്ക് മലയാളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ ഒരു ചാനലിൽ പോയിട്ട് ഇംഗ്ലീഷിൽ ഒരു ചാനൽ പോലും കവർ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇത്തരത്തിൽ തിരക്കഥ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പറയുന്ന 5 സ്റ്റോറി പാറ്റേൺസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ 5ാമത്തെ സ്റ്റോറി പാറ്റേൺ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ കൈദിയും വിക്രത്തിൻ്റെയൊക്കെ ആ ഒരു കഥ തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. നമസ്കാരം, ഞാൻ അമലക്ഷി. സിനിമയിലേക്ക് കയറാൻ ആഗ്രഹമില്ലാത്ത ആരും തന്നെ കാണുകയില്ല അല്ലേ? നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമില്ലേ സിനിമയിലേക്ക് കയറണമെന്ന്? അങ്ങനെയാണെങ്കിൽ സിനിമയിലേക്ക് കയറാനായിട്ട് കുറേയധികം മേഖലകളുണ്ടല്ലേ. അപ്പോൾ ഏത് മേഖലകളിലൂടെ പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് സിനിമയുടെ ഭാഗമാകാം. അതായത് സിനിമോട്ടോഗ്രാഫി ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, അങ്ങനെ കുറേ മേഖലകളുണ്ട്. എന്നാൽ ഞാൻ പറയും സിനിമയിലേക്ക് കയറാൻ ഏറ്റവും എളുപ്പമായ മാർഗ്ഗമെന്ന് പറഞ്ഞ ഇത്തരത്തിൽ തിരക്കഥ എഴുതുക എന്ന് പറയുന്നതാണ്. അതായത് ഒരു സിനിമയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു തിരക്കഥയാണ്. അപ്പോൾ നല്ലൊരു തിരക്കഥ ഉണ്ടായാൽ തന്നെ ആ ഒരു സിനിമ 50% വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിലെ ഫിലിം പ്രൊഡക്ഷൻ കമ്പനികൾ ഇൻഡസ്ട്രിക്കകത്തുള്ള ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, പകരം ഇത്തരത്തിൽ പുറത്ത് കഴിവുള്ള നല്ല കഥകൾ എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇത്തരത്തിൽ അവരുടെ തിരക്കഥ പിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇന്നത്തെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ എല്ലാ ഫിലിം പ്രൊഡക്ഷൻ കമ്പനികളും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനായിട്ട് നിങ്ങളൊരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കഥയും തിരക്കഥയും പിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കാണാൻ പറ്റുന്നതാണ്. എന്നാൽ പലർക്കും ഈ ഒരു കാര്യം അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു കഥയുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലൊരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് അത് പോയി പിച്ച് ചെയ്യുകയാണെങ്കിൽ നാളെ അത് സെലക്ട് ആവുകയാണെങ്കിൽ അത് സിനിമ ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ നല്ല കഥകൾ കയ്യിലുള്ള ഇത്തരം ഫിലിം പ്രൊഡക്ഷൻ കമ്പനികളിലേക്ക് പോയി പിച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അഡ്വാൻസ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് യൂട്യൂബ് വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് മുന്നിലേക്ക് കവർ ചെയ്യാനായിട്ട് ഞാനിവിടെ റെഫർ ചെയ്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് അമേരിക്കൻ സ്ക്രീൻ റൈറ്റർ ആയിട്ടുള്ള ജോൺ ട്രൂബി എഴുതിയിട്ടുള്ള അനാട്ടമി ഓഫ് സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഒരു പുസ്തകമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. സ്ക്രീൻ റൈറ്റിങ്ങിനെ കുറിച്ചും ഫിലിം ഡയറക്ഷനെ കുറിച്ചും ഒക്കെ ഉള്ള ബേസിക് ആയിട്ടുള്ള സീരീസ് ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടു നോക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അഡ്വാൻസ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് താല്പര്യമുള്ള, അതായത് സീരിയസ് ആയിട്ട് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇത് അഡ്വാൻസ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ സീരീസ് ആണെങ്കിൽ പോലും ഒരു കൊച്ചു കുട്ടിക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് എക്സാമ്പിളോട് കൂടിയായിരിക്കും ഞാൻ മുന്നിലേക്ക് ഈ ഒരു സീരീസിൽ എല്ലാം തന്നെ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അഡ്വാൻസ് ആണെങ്കിൽ പോലും, എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് ഞാൻ കവർ ചെയ്ത് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതാണ്. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന എന്താണ് സ്റ്റോറിയുടെ ആ ഒരു ഫണ്ടമെൻ്റൽ കോർ ഐഡിയ എന്താണെന്നുള്ളതാണ്. പല തിരക്കഥ എഴുതുന്ന ആൾക്കാർക്കും ഇത് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം. ഇതിനൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള 5 സ്റ്റോറി പാറ്റേൺസ് ഏതെല്ലാമാണ്, ഓരോ പാറ്റേൺ എടുത്തുകൊണ്ട് എന്താണ് ആ പാറ്റേൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിനൊപ്പം തന്നെ ആ പാറ്റേൺ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള തമിഴ് സിനിമയുടെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് സ്റ്റോറികളുടെ 5 പാറ്റേൺസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് സ്റ്റോറി എന്നുള്ളതാണ്. അതായത് കഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ, നിങ്ങളോട് ഒരു കൊച്ചു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, ചേട്ടാ കഥ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നമ്മൾ പെട്ടെന്നൊന്ന് പതറുമില്ലേ? എന്നാൽ ഇനി പതറേണ്ട ആവശ്യമില്ല. സ്റ്റോറിയുടെ ഡെഫിനിഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, എ സ്പീക്കർ ടെൽസ് എ ലിസണർ വാട്ട് സമ്മൺ ഡിഡ് ടു ഗെറ്റ് വാട്ട് ഹി വാണ്ടഡ് ആൻഡ് വൈ. അപ്പോൾ നമ്മൾ ഈ കണ്ട സ്റ്റോറിയുടെ സിമ്പിൾ ഡെഫിനിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് കാണാൻ പറ്റുന്നത്? അതായത് ഒരാളുണ്ടെന്നും അയാൾക്ക് എന്തോ നേടണമെന്നും ആ നേടുന്നതിന് വേണ്ടിയിട്ട് അയാൾ എന്തെല്ലാമോ ചെയ്തുവെന്നും എന്തിനാണ് അദ്ദേഹം അതെല്ലാം ചെയ്തതെന്നും ഒരാൾ മറ്റൊരാളോട് പറയുന്നത്, അതായത് ഒരു സ്പീക്കർ ലിസണറോട് പറയുന്നതിനെയാണ് നമ്മൾ കഥ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. അതായത് നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മളുടെ സുഹൃത്തുക്കളെക്കുറിച്ച് മറ്റൊരു സുഹൃത്തിനോടൊക്കെ ഇത് പറയാറുണ്ടല്ലേ? അതായത് എടാ നമ്മുടെ മറ്റവൻ ഇങ്ങനെ പോയി അവിടെ പോയി അത് ചെയ്താൽ ഇതാണ് സംഭവിച്ചത്, അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ തന്നെ പറയാറുണ്ട്. പലരും ഇതിനെ പരദൂഷണം പറയുക എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഇത് ശരിക്കും ഒരു ആർട്ടാണ്, ഒരു കലയാണ്. ഇതിനെയാണ് കഥ പറയുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ പലരും ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളിൽ പലരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കഥ പറച്ചിലെന്ന് പറയുന്നത്. ഈ ഒരു കഥ പറച്ചിലിനെ കുറച്ച് ബെറ്റർ ആക്കിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് പ്രൊഫഷണലി ഒന്ന് ബിൽഡ് ചെയ്തിട്ട് നിങ്ങളൊരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയിൽ പോയി പറയുകയാണെങ്കിൽ നിങ്ങളുടെ കഥ അവിടെ സിനിമയാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് കഥയെക്കുറിച്ചൊരു ഏകദേശ ഐഡിയ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു കഥയുടെ ഫണ്ടമെൻ്റൽ കോർ ഐഡിയ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഓഥർ പറഞ്ഞിരിക്കുന്നത്, എ സ്റ്റോറി ടെല്ലർ ഈസ് സമ്മൺ ക്രിയേറ്റിംഗ് എ പസിൽ അബൌട്ട് പീപ്പിൾ. ദ ഓഡിയൻസ് ജോബ് ഈസ് ടു ഫിഗർ ഔട്ട് ദ മിസ്സിംഗ് പീസസ്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കഥ എഴുതുന്ന ഒരു മനുഷ്യൻ, ആ ഒരു കഥ എഴുതുന്ന ആളുടെ ജോലി എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു ക്യാരക്ടേഴ്സ്, ആ കഥയിലെ ക്യാരക്ടേഴ്സിനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു പസിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണമെന്ന്. ഇവിടെ ഓഡിയൻസിൻ്റെ ജോബ് എന്തായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പസിൽ, ആ മിസ്സിംഗ് ആയിട്ടുള്ള പീസസ് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പസിൽ സോൾവ് ചെയ്യുന്നതായിരിക്കണം ഓഡിയൻസിൻ്റെ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പസിൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം കഥ ബിൽഡ് ചെയ്യേണ്ടതെന്നാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കഥ ഒരു പസിൽ രൂപത്തിൽ ബിൽഡ് ചെയ്യാനായിട്ട് ഇവിടെ ഓഥർ 2 ടിപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് ബൈ ഗിവിങ് സം ഇൻഫർമേഷൻ, അതായത്
കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു കഥയെ ബിൽഡ് ചെയ്യാനാണ് പുള്ളി ആദ്യം തന്നെ പറഞ്ഞത്. അതായത് നമുക്കിപ്പോൾ ക്യാരക്ടർ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നും അദ്ദേഹത്തിൻ്റെ ജോബ് എന്താണെന്നും എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നതൊക്കെയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കൊടുക്കാനാണ് ഇവിടെ ഇത്തരത്തിൽ ഓദർ പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ് സം ഇൻഫർമേഷൻ. അതായത് നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ ആദ്യം കൊടുത്തു അല്ലേ, ഇനി ആ ഇൻഫർമേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മറ്റ് കുറച്ച് ഇൻഫർമേഷൻസ് ഹൈഡ് ചെയ്യാനാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. അതായത് ആ ഒരു ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സീക്രട്ടുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാസ്റ്റ് മുൻകാലങ്ങളിൽ നടന്ന കുറേയധികം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ വരാനായിട്ട് പോകുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഇമോഷൻസ്, ഇതിനെല്ലാം തന്നെ ഹൈഡ് ചെയ്ത് വെക്കാമെന്നാണ് ഇത്തരത്തിൽ ഓദർ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കഥയിൽ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു പസിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കഥ അവസാനം വരെ ഓഡിയൻസ് എൻഗേജിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും, ബോറടിക്കാതെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ മഗധീര എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, രാജമൗലിയുടെ ആ ഒരു സിനിമയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം അദ്ദേഹം കുറേ ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഇൻഫർമേഷൻ? അതായത് നമ്മൾ പറയുന്നുണ്ട് ഇവിടെ ഇത്തരത്തിൽ ക്യാരക്ടറിൻ്റെ നെയിം, ക്യാരക്ടറിൻ്റെ ജോബ്, അതാൽ എന്താണ് സംഭവിക്കുന്നത്, ഇത്തരം കുറേ ബേസിക് ഇൻഫർമേഷൻസ് കൊടുക്കണം. അതാണ് ഗീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കണേ കാണാൻ പറ്റും മഗധീരയിൽ ഇത്തരത്തിൽ ആ ഒരു ക്യാരക്ടർ, രാമചന്ദ്രൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഇത്തരത്തിൽ ഹർഷനാണെന്നും അദ്ദേഹം ബൈക്ക് റൈഡർ ആണെന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബേസിക് ലൈഫ്, ആ ഒരു ഓർഡിനറി ലൈഫ്, അതുപോലെ തന്നെ ഇത്തരത്തിൽ ആ ഒരു ഹർഷൻ ഒരു പെണ്ണിനെ കണ്ട് ആ ഒരു പ്രണയത്തിലാവുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആദ്യത്തെ കുറേ ഇൻഫർമേഷനായിട്ട് നമുക്ക് തരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ രണ്ടാമത്തെ ഹൈഡ് ചെയ്യേണ്ട ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് തരുന്നത് എന്തൊക്കെയാണ്? അതായത് ആ ഒരു പാസ്റ്റ് ഇവൻറ്റ്സ് എല്ലാം തന്നെ ഹൈഡാണ്. എന്താണ് മുൻകാലങ്ങളിൽ നടന്നതെന്നുള്ളത് ആ പടത്തിൻ്റെ ഇൻ്റർവെല്ലൊക്കെ കഴിയുന്ന സമയത്താണ് അവർ റിവീൽ ആവുന്നത്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഫീലിങ്സും, അതുപോലെ തന്നെ ഇത്തരത്തിൽ ഭാവിയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും അവസാനമാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു പസിൽ, അതായത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓഡിയൻസ് ഇത്തരത്തിൽ എല്ലാം തമ്മിൽ കണക്ട് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് നോക്കും. അതുപോലെ തന്നെ അവർ സോൾവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിൽ അവർക്ക് ആ ഒരു ക്യൂരിയോസിറ്റി വന്നിട്ട് ആ ഒരു ഫിലിമിൽ 100% എൻഗേജിംഗ് ആയി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേ മെത്തേഡ് തന്നെയാണ് കഥകൾക്കും നോവലുകൾക്കും ഒക്കെ. നോവലുകളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ നാളത്തെ ലക്കങ്ങൾ വരുന്ന സമയത്ത് ആളുകൾ വീണ്ടും വീണ്ടും ആ ഒരു നോവൽ വാങ്ങിക്കാനും വായിക്കാനുമായിട്ട് ആ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നത് ഈ ഒരു മെത്തേഡാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി തരികയാണെങ്കിൽ ദൃശ്യത്തിൽ ജോർജ് കുട്ടിയുടെ ഭാര്യയും മകളും ഇത്തരത്തിൽ വരുണിനെ കൊന്നു എന്ന് നമുക്കറിയില്ല. ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നു. എന്നാൽ അതിനുശേഷം ജോർജ് കുട്ടി എന്താണ് ആക്ച്വലി ചെയ്യുന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നില്ല. അത് നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കഥയിൽ ആദ്യം കുറേ അധികം ഇൻഫർമേഷൻ ഓഡിയൻസിന് കൊടുക്കണമെന്ന് മനസ്സിലായി. പിന്നീട് കുറേ അധികം ഇൻഫർമേഷൻ മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് വെക്കണമെന്നും പിന്നീടായിരിക്കണം അതിൻ്റെ അവസാനമായിരിക്കണം ആ ഒരു ഇൻഫർമേഷൻ റിവീൽ ചെയ്യേണ്ടതെന്നും മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടൊരു കഥ എന്താണെന്നും അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള 5 സ്റ്റോറി പാറ്റേൺസ് എന്തെല്ലാമാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മുന്നിലേക്ക് പഠിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ടോപ്പിക്ക് മലയാളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ ഒരു ചാനൽ പോയിട്ട് ഇംഗ്ലീഷിൽ ഒരു ചാനൽ പോലും കവർ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു സാധനമാണ് നമ്മൾ ആദ്യമായിട്ടൊരു മലയാളം ചാനൽ ഇത്തരത്തിൽ പഠിപ്പിച്ച് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇത്തരത്തിൽ തിരക്കഥ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പറയുന്ന 5 സ്റ്റോറി പാറ്റേൺസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് ആദ്യത്തെ സ്റ്റോറി പാറ്റേൺ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതിൽ നിന്ന് മുന്നിലേക്ക് പോകുന്തോറും ഇത്തരത്തിൽ കോംപ്ലക്സ് ആയിട്ടുള്ള 5ാമത്തെ സ്റ്റോറി പാറ്റേൺ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ കൈദിയും വിക്രത്തിൻ്റെയൊക്കെ ആ ഒരു കഥ തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാ സ്റ്റോറി പാറ്റേൺസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി പാറ്റേണിലേക്ക് പോവുകയാണ്. അതാണ് ലീനിയർ സ്റ്റോറി പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എ ലീനിയർ സ്റ്റോറി ഈസ് എ നറേറ്റീവ് ദാറ്റ് മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ക്രോണോളജിക്കൽ ഓർഡർ വെയർ ദ ഇവൻറ്റ്സ് ഹാപ്പൻ ഓൺ ആഫ്റ്റർ അനദർ വിത്തൗട്ട് ജമ്പിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ടൈം. അതായത് ഇവിടെ ഈ ഒരു ലീനിയർ സ്റ്റോറി പാറ്റേണിൽ കഥ പോകുന്നത് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും. അതായത് ഒരു ഇവൻറ്റ് നടന്നതിന് ശേഷം അതുമായിട്ട് കണക്ട് ചെയ്ത് അടുത്ത ഇവൻറ്റ് അങ്ങനെ ഒരു ABC ഓർഡറിലായിരിക്കും. അതായത് ഒരു ബിഗിനിങ്, മിഡിൽ, എൻഡ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിലായിരിക്കും ഇവിടെ കഥ മുന്നോട്ട് പോകുന്നത്. അതായത് ഇവിടെ ഒരു ഹീറോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഒരു ഗോളിലേക്ക് ആ ഒരു ഹീറോ ഒരു സ്ട്രെയിറ്റ് ജേണി ആയിരിക്കും നമുക്ക് കാണാനായിട്ട് വരുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ലീനിയർ സ്റ്റോറി പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മൾ ലീനിയർ സ്റ്റോറി സ്ട്രക്ചറിൽ ഹീറോസ് ജേണി പഠിച്ചിട്ടുണ്ടല്ലേ, അതേപോലെ തന്നെ ഇത്തരത്തിൽ കറക്റ്റായിട്ട് സിമ്പിളായിട്ട് ആ ഒരു സ്റ്റോറി തുടങ്ങി തീരുന്നതാണ് ഈ ലീനിയർ സ്റ്റോറി പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ തമിഴ് സിനിമയിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ റോജയൊക്കെ അല്ലേ, ആ റോജ എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു തിരക്കഥ, അതായത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു കഥയാണ്. റോജ മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ 90% സിനിമകളും എല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ലീനിയർ പാറ്റേൺ ആണ് പണ്ട് മുതലേ ഉപയോഗിച്ച് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റോറി പാറ്റേൺ ആണ് മിയാൻഡറിംഗ് സ്റ്റോറി പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എ വാണ്ടറിംഗ് ജേണി ലൈക്ക് സ്റ്റോറി വെയർ ദ ഹീറോ മൂവ്സ് ഫ്രം one situation to another without a tight central plot. ഫോക്കസ് ഈസ് ഓൺ എക്സ്പീരിയൻസ്, നോട്ട് എ സിംഗിൾ ഗോൾ. അതായത് മിയാൻഡറിംഗ് സ്റ്റോറി എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ലീനിയറിൽ പറഞ്ഞ എന്താണ്, അതായത് കറക്റ്റ് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നേരെ നായകൻ സ്ട്രെയിറ്റ് ആയിട്ടൊരു ഗോളിലേക്കായിരിക്കും അവിടെ ട്രാവൽ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു മിയാൻഡറിംഗ് സ്റ്റോറി പാറ്റേണിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നായകന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ഗോൾ കാണില്ല. നായകനൊരു ഗോൾ ഉണ്ടായിരിക്കും, എന്നാൽ അദ്ദേഹം സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു ഗോളിലേക്ക് ആയിരിക്കില്ല പോകുന്നത്. പകരം ഇത്തരത്തിൽ ആ ഒരു ഗോളിനെ അപേക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ പലതരത്തിലുള്ള എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും ആ ഒരു നായകൻ കടന്നു പോകുന്നത്. ആ
ആ എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്തരത്തിൽ പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് ആ ഒരു സിനിമ മുന്നിലേക്ക് കാണാനായിട്ട് പിടിച്ചിരുത്തുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി പാറ്റേൺ എന്ന് പറഞ്ഞ ഇത്തരത്തിൽ നേരത്തെ നമ്മൾ കണ്ടിരുന്ന ഒരു ലീനിയർ ആയിട്ട് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഈ ഒരു സ്റ്റോറി പാറ്റേൺ ആ ഒരു സ്ട്രക്ചർ വരിക എന്ന് പറഞ്ഞ ഇത്തരത്തിൽ ഒരു പാമ്പിനെ പോലെ അല്ലെങ്കിൽ ഒരു പുഴ എങ്ങനെയാണ് ഒഴുകുന്നത് അതേപോലെ ഇങ്ങനത്തെ വളഞ്ഞ് പോകുന്ന രീതിയായിരിക്കും. അപ്പം ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതാണ് 1000-ൽ-1 എന്ന് പറയുന്ന സിനിമ. 1000-ൽ-1 എന്ന് പറയുന്ന ആ ഒരു സിനിമയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആ ഒരു കാർത്തിക കഥാപാത്രത്തിന് കൃത്യമായ ഒരു ഗോളോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലേ. അദ്ദേഹം ആ ഒരു പല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലൈഫിൽ വരുന്ന പല ഇൻസിഡൻസിനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ആ ഒരു ക്യാരക്ടറിനൊപ്പം യാത്ര ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിഫറൻസ് എക്സ്പീരിയൻസ് മനസ്സിലാക്കിയാണ് അല്ലേ. അങ്ങനെ അവസാനമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ച്വൽ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് എത്തിച്ചേരുന്നത്. അടുത്ത മൂന്നാമത്തെ സ്റ്റോറി പാറ്റേൺ ആണ് സ്പൈറൽ സ്റ്റോറി പാറ്റേൺ. ഇതിൻ്റെ ഡെഫിനിഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എ സ്റ്റോറി ദാറ്റ് സ്റ്റാർട്ട് സിമ്പിൾ ബട്ട് കീപ്പിംഗ് ടൈറ്റനിങ് ആഡിങ് മോർ കോംപ്ലിക്കേഷൻസ് ആൻഡ് റെവലേഷൻസ് ലൈക്ക് സർക്കിളിംഗ് ഡീപ്പർ ഇൻ ടു ദ ട്രൂത്ത്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പൈറൽ സ്റ്റോറി പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട കണക്ക് ഒരു സ്ട്രേറ്റ് ലൈനും ആയിരിക്കില്ല, അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു പുഴ പോലെ വളഞ്ഞ് വരുന്നതും ആയിരിക്കില്ല. പകരം ഇത്തരത്തിൽ ഈ ഒരു സ്പൈറൽ സ്റ്റോറി പാറ്റേൺ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ചുഴി പോലെ കറങ്ങി വരുന്ന ഒരു രീതിയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ അനുസരിച്ചുകൊണ്ട് ഒരു കഥ വളരെ സിമ്പിളായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഓരോ നിമിഷം കഴിയും തോറും ആ ഒരു കഥയുടെ കോംപ്ലിക്കേഷൻസ് കോംപ്ലിസിറ്റി എല്ലാം കൂടി വന്നിട്ട് ഓഡിയൻസ് ഒരു ചുഴിയിലകപ്പെട്ട കണക്ക് ആ ഒരു കഥയിലേക്ക് ഇറങ്ങി ചെന്ന് അവസാനം ആ കഥയുടെ ട്രൂത്തും അല്ലെങ്കിൽ അതിൻ്റെ പുറയിൽ എന്താണെന്നുള്ള രഹസ്യം അറിയാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഓഡിയൻസ് ആ ഒരു കഥയിൽ എൻഗേജ് ആയി പോകുന്നു. അപ്പോൾ ഇവിടെ ചുഴിയിൽ വീണ കണക്ക് ഇത്തരത്തിൽ ആ ഒരു കഥയ്ക്കുള്ളിലേക്ക് ഓഡിയൻസിനെ വീഴ്ത്തുന്ന പാറ്റേൺ ആണ് ഇത്തരത്തിൽ സ്പൈറൽ സ്റ്റോറി പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒന്നല്ല 2 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒന്ന് നമ്മുടെ വിക്രം വേദ എന്ന് പറയുന്ന സിനിമ. വിക്രം വേദ എന്ന് പറയുന്ന സിനിമ തുടങ്ങുമ്പോൾ വളരെ സിമ്പിളായിട്ട് നോർമൽ ഒരു കഥ പോലെ തുടങ്ങുമെങ്കിലും അത് ഓരോ നിമിഷം കഴിയും തോറും എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഹാരാജ എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമയും ഇതേ ഒരു സ്റ്റോറി പാറ്റേണിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓരോ നിമിഷം കഴിയുന്തോറും ഓഡിയൻസിന് ഇത്തരത്തിൽ ആ ഒരു സിനിമയ്ക്കകത്തോട്ട് വലിച്ചടിപ്പിച്ച് എന്താണ് അതിൻ്റെ രഹസ്യമെന്ന് അറിയാതെ നമുക്ക് കണ്ണെടുക്കാനായിട്ട് പറ്റില്ല. അടുത്ത 4ാമത്തെ സ്റ്റോറി പാറ്റേൺ ആണ് ബ്രാഞ്ചിങ് സ്റ്റോറി പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എ നറേറ്റീവ് ദാറ്റ് സ്പ്ലിറ്റ് ഇൻ ടു മൾട്ടിപ്പിൾ പാർട്സ്, മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഓർ മൾട്ടിപ്പിൾ ടൈം ലൈൻസ് ആൾ റണ്ണിങ് ഇൻ പാരലൽ ബിഫോർ ഇൻ്റർസെക്റ്റിംഗ്. അതായത് ഇത് പറയുകയാണെങ്കിൽ ഒരു കഥ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പല വഴികളിലൂടെ, പല കഥാപാത്രങ്ങളിലൂടെ, പല കാലഘട്ടങ്ങളിലൂടെ, പല ഇമോഷനിലൂടെ എല്ലാം കടന്നു പോയിട്ട് അവസാനം ഇത്തരത്തിൽ എല്ലാം കൂടെ ബന്ധപ്പെട്ട് വരുന്ന ഒരു രീതിയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന എന്താ പറയുക ബ്രാഞ്ചിങ് സ്റ്റോറി പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൂര്യയുടെ വാരണമായിരം എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ പല കാലഘട്ടങ്ങളിലൂടെ, പല ടൈപ്പ് കഥാപാത്രങ്ങളിലൂടെ, പല സിറ്റുവേഷനിലൂടെയും പല ഇമോഷൻസിലൂടെയും എല്ലാം തന്നെയാണ് ആ ഒരു സിനിമയിലെ പല ക്യാരക്ടേഴ്സും കടന്നു പോകുന്നത്. എന്നാൽ ഇവയെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു ബ്രാഞ്ചായിട്ട് ഒന്നുമായിട്ട് കണക്റ്റ് ആയിട്ട് നിൽക്കുകയാണെന്ന് കാണാൻ പറ്റും. അടുത്ത 5ാമത്തെ സ്റ്റോറി പാറ്റേൺ ആണ് എക്സ്പ്ലോസീവ് സ്റ്റോറി പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് ഇത് കുറച്ച് വിഷയമാണ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് സ്മോൾ ആൻഡ് ദെൻ എക്സ്പ്ലോഡ് ഇൻ ടു ബിഗ് കോൺഫ്ലിക്റ്റ് ഓഫൻ വിത്ത് എ സഡൻ മിഡ് പോയിന്റ് ഇസ് ദാറ്റ് ചേഞ്ചസ് ദ സ്കെയിൽ. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു കഥ വളരെ സിമ്പിളായിട്ട് ഒരു സാധാരണ കഥയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു മിഡ് പോയിന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തിയിട്ട് അത് പൊട്ടിത്തെറിക്കുകയാണ്. എങ്ങനെയാണോ ഒരു ബോംബ് പൊട്ടിത്തെറിക്കുന്ന ആ ഒരു രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ ചെറിയ രീതിയിൽ തുടങ്ങിയ ആ ഒരു കഥ ഇത്തരത്തിൽ വലിയൊരു സ്കെയിലിലേക്ക് ഉയർന്നു മാറുകയാണ്. അപ്പോൾ ഓഡിയൻസിന് അത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ പോലും പ്രതീക്ഷിക്കാത്ത ഇത്തരത്തിൽ വലിയൊരു സ്കെയിലിലേക്ക് മാറിക്കൊണ്ട് അട്രാക്ട് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൈദി, വിക്രം ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ കൈദി സിനിമയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ആ ഒരു പടം തുടങ്ങുന്ന സമയത്ത് കാർത്തിയുടെ കഥാപാത്രം എന്ന് പറയുന്നത് ജയിലിൽ പോയിട്ട് തിരികെ വരുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒന്നിനും കഴിയാത്തൊരു സൂപ്പർ ഹീറോ ഒന്നും അല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ. ആ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ആൾക്കാർ ഒന്നും തന്നെ ഇത്തരത്തിൽ വലിയൊരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ വലിയൊരു റിയാക്ഷൻ ഒന്നും തന്നെ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പടത്തിൻ്റെ സ്കെയിൽ മാറുകയും ആ ഒരു ക്യാരക്ടറിനെ ശരിക്കും റിവീൽ ചെയ്യുകയും ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ വിക്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള 5 സ്റ്റോറി പാറ്റേൺസ് എന്തെല്ലാം വന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയാനുള്ളത്, ഈ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഒരു സിനിമയിൽ ഒരു പാറ്റേൺ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നല്ലേ, അതായത് കൈദിയുടെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എക്സ്പ്ലോസീവ് സ്റ്റോറി പാറ്റേൺ ആണ്. എന്നിരുന്നാൽ പോലും അതും ലീനിയർ പാറ്റേൺ ആണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പം ഒരേ സമയം ഇത്തരത്തിൽ ഒരേ കഥ തന്നെ ഇത്തരത്തിൽ ഒന്നിലധികം പാറ്റേൺസ് മിക്സ് ചെയ്ത രീതിയിലും വരാറുണ്ട്. അങ്ങനെ നിങ്ങൾ പല രീതിയിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ശരിക്കും അവിടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കഥയിൽ ഒരു പാറ്റേൺ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത്തരത്തിൽ 2-3 പാറ്റേണിലൊക്കെ തന്നെ പല രീതിയിൽ കഥകളെ മാറ്റിമറിച്ചിട്ടാണ് ഇത്തരത്തിൽ പുതിയ രീതിയിൽ പല സിനിമകളുടെ കഥയും ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇത്തരത്തിൽ പല രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് നല്ല നല്ല കഥകൾ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 5 സ്റ്റോറി പാറ്റേൺസ് എന്തെല്ലാം വന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് കൂടി തരാം. അതായത് ഇപ്പോൾ ഞാൻ 5 സിനിമകളുടെ എക്സാമ്പിൾ വെച്ചിട്ട് 5
സ്റ്റോറി പാറ്റേൺസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 5 മലയാളം സിനിമകളെ എടുത്തിട്ട് അതിലേതൊക്കെയാണ് ഈ സ്റ്റോറി പാറ്റേൺസ് വന്നിട്ടുള്ളതെന്ന് താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും